കുട്ടികളുടെ ഫേവറേറ്റാണ് മഷ്റൂം പാസ്ത. അപ്പോൾ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല സ്വാദുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പാസ്ത ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പാസ്ത എടുത്തിട്ടുണ്ട്. ഇത് 2 പേർക്ക് കഴിക്കാൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ സിമ്മിലിട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആവും എന്തായാലും പാസ്ത വെന്ത് കിട്ടാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട മഷ്റൂം ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാക്കറ്റ് മഷ്റൂം എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇതിൽ നിറയെ പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ മഷ്റൂമൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ മഷ്റൂമും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സബോള, ഒരു ചെറിയ സബോളയാണ്. ഇത് തോലൊക്കെ കളഞ്ഞിട്ട് നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ, അതാണ് 2 അല്ലി. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കത്തി കൊണ്ട് ഒന്ന് ചതച്ചിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പാസ്ത വെന്തോ നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒന്ന് പൊട്ടി വന്നാൽ മതി. ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. അത് അത്രയും വെന്ത് കിട്ടിയാൽ മതി. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. പാസ്ത വേവിച്ച വെള്ളം മുഴുവൻ കളയണ്ട കേട്ടോ, കുറച്ച് എടുത്ത് വെക്കാം. ചിലപ്പോൾ നമുക്ക് അവസാനം ആവശ്യം വരും. അപ്പോൾ ഞാനിങ്ങനെ ഊറ്റിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൊടുത്തിട്ട് നന്നായി ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം സബോള ചേർത്ത് കൊടുക്കുക. സബോളയത് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ ഫുള്ളിൽ തന്നെ ഇടണം കേട്ടോ. കാരണം മഷ്റൂമിൽ നിന്ന് നിറയെ വെള്ളം വരും. അതുകൊണ്ട് നമ്മൾ തീ ഫുള്ളിലിട്ടിട്ട് തന്നെ മഷ്റൂം നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയിട്ട് കളർ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം വെക്കാം. 2 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. മഷ്റൂം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റുക. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഈ മൈദ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. എന്നിങ്ങനെ മൊരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും കേട്ടോ. അങ്ങനെ കട്ട പിടിക്കൊന്നുമില്ല. അപ്പോൾ ഞാനിത് 1/2 ഗ്ലാസ് ഈ പാസ്ത വേവിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ കണ്ട കട്ടിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇളക്കും തോറും കട്ടിയായി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവി ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാസ്ത വേവിച്ച വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്യൂബ് ചീസാണ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ സ്ലൈസ് ആണെങ്കിൽ 2 സ്ലൈസ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ചീസൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോൾ വേണ്ട ചീസും ഒക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഗ്രേവിക്ക് നല്ല കറക്റ്റാണ്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്തയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പാസ്ത വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ പാസ്ത വേവിച്ച ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റാണ്. ഇനി നമ്മൾ കഴിക്കുന്ന സമയത്ത് വീണ്ടും ഒരുപാട് ഡ്രൈ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചൂട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. ക്രീമി മഷ്റൂം പാസ്ത റെഡി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.